കുട്ടികളുടെ ഒരു ധാരണയാണ് അച്ഛൻ എന്നോട് സ്നേഹമില്ല, അമ്മ നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അച്ഛന്മാർ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത്തിരി പിശുക്ക് കാണിക്കുന്ന രീതിയാണല്ലോ നമ്മളുടെ ഒരു സമൂഹത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നാൽ അത് തിരിച്ചറിവിൻ്റെ പ്രശ്നവും കൂടിയായിരിക്കാം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. അവരുടെ ആൺകുട്ടികൾ പക്വത ആകുന്നതിനേക്കാൾ മുന്നേ, പ്രത്യേകിച്ച് ഒരു 16-17 വയസ്സ് ആകുന്ന സമയത്ത്, ആ കുട്ടിയുടെ അച്ഛൻ ആ ആൺകുട്ടിയുമായി വനത്തിലേക്ക് പോകുമത്രേ. അങ്ങനെ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രാത്രിയാണ് പോകുന്നത്. ഇരുട്ട് സമയത്ത് വനത്തിലേക്ക് പോയി ആ കുട്ടിയെ വനത്തിൻ്റെ ഉള്ളിൽ ഇടും. അതവരുടെ രീതിയാണ്. അങ്ങനെ കുട്ടി പേടിച്ച് അന്ന് രാത്രി മുഴുവൻ ആ കുട്ടി വനത്തിൽ ഒറ്റയ്ക്ക് കഴിയണം. അതാണ് അവരുടെ രീതി. അവരുടെ പരീക്ഷണമാണ്. ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ഭാവിയിലെ നന്നായി നടത്താൻ വേണ്ടി, നമുക്കറിയാലോ പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ നായാട്ട് നടത്തിയിരുന്നത് മൃഗങ്ങളെ കൊന്ന് തിന്നാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ട് നല്ല മാനിൻ്റെ ഇറച്ചിയൊക്കെ അവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ തന്നെ. ഇഷ്ടമുള്ള മൃഗങ്ങളെ കൊന്നു തിന്നാം. അതിന് ധാരാളം അംഗരക്ഷകരുണ്ട്. പക്ഷെ രാജാവ് തന്നെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായിട്ടും മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ അച്ഛൻ ഈ കുട്ടിയെ അവിടെ വനത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്നു. അപ്പോൾ കുട്ടി പേടിച്ച് അന്നത്തെ രാത്രി അവിടെ ആ വനത്തിൽ പേടിച്ച് കിടന്ന് ഉറങ്ങാതിരിക്കുകയോ ആ വനത്തിൻ്റെ ഉള്ളിൽ പേടിച്ച് അങ്ങനെ ചെലവഴിക്കും. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുട്ടി കാണുന്ന ദൃശ്യം എന്താണ്? കുട്ടിക്കറിയില്ല, കുട്ടിയുടെ ധാരണ എന്താണ്? അച്ഛൻ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി, ഇത് വനമാണ്, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, തിരിച്ചു പോകാൻ വഴിയറിയില്ല. അങ്ങനെ ആ കുട്ടി വനത്തിൽ കുടുങ്ങുന്നത് പോലെ തന്നെയാണ്. പക്ഷേ സംഭവം എന്താണ്? കുട്ടി തിരിച്ചു വരുമ്പോൾ, നേരം വെളുത്ത് തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത് വളരെ ദൂരെ കുട്ടിയുടെ അച്ഛൻ ഒരു മരത്തിൻ്റെ തണലിൽ തലചാച്ചിങ്ങനെ ഇരിക്കുന്നു, കുട്ടിയെയും കാത്തുകൊണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി ആ അച്ഛൻ ആ വനത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. കുട്ടിയെ വനത്തിൻ്റെ ഉള്ളിലാക്കി അവിടെ തന്നെ ഉണ്ട്, പക്ഷേ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് അച്ഛന്മാരെന്ന് പറയുന്നത്. അവരകലിൽ നിന്നുകൊണ്ട് കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ട്, സ്വന്തം മക്കളെ നിരീക്ഷിക്കുന്നുണ്ട്, സ്വന്തം മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. അവർ വിട്ടുപോകുന്നൊന്നുമില്ല. പക്ഷെ അവരിത് പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ്. പ്രകടിപ്പിക്കില്ല എന്ന് അമ്മമാർ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുമായിരിക്കും, കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും കുട്ടികൾ ഇങ്ങനെ പറയുന്നത് അച്ഛന് സ്നേഹമില്ല, അമ്മയ്ക്കാണ് സ്നേഹം എന്നുള്ളത്. നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അച്ഛന് നല്ല സ്നേഹമുണ്ട്, അച്ഛന് കരുതലുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് അച്ഛന് സ്നേഹമില്ല എന്നൊരിക്കലും കരുതരുത്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കിയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്